ഇത് ഇന്നിവിടെ ഇഷ്ടം പോലെ ഇല കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗാർഡനിൽ തന്നെയുള്ള ഇലയാണ്. അപ്പം ഞാനൊരു അട ഉണ്ടാക്കാൻ പോവാം. അത് എന്തുവാന്ന് ചോദിച്ചാൽ ആ മാവ് കുഴയ്ക്കുമ്പോഴേ ഞാൻ റോബസ്റ്റ പഴം നല്ലവണ്ണം പഴുത്ത 2 പഴമുണ്ട്. അതുകൊണ്ട് കുറച്ച് ചക്ക വരട്ടിയത്. ഇത് ചക്ക ഹൽവ അല്ല, അത് വരട്ടിയെടുത്തേ ഉള്ളേ. ഫുള്ള് ഹൽവായിക്ക് അത്രയും നമ്മളാക്കിയില്ല. ഒന്ന് വരട്ടിയെടുത്ത് ഇവിടെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ പഴവും കൂടെ ഈ മിക്സിയിൽ ഞാനതൊന്ന് അരച്ചെടുത്തിട്ടാണ് മാവ് ഞാൻ കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് തേങ്ങാപ്പീരയും ചേർക്കും. നമ്മൾ ആ 2 റോബസ്റ്റ പഴവും കുറച്ച് ചക്ക വരട്ടിയതും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചേക്കുക. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. അപ്പം ഞാൻ 2 കപ്പ് ഇത് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു 4-5 ഏലക്കായും 1/2 സ്പൂണ് ജീരകം കൂടെ പൊടിച്ച് ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് ഇത് ആ ബ്ലെൻഡ് ചെയ്തതും കൊണ്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ശർക്കരയും തേങ്ങായും കൂടെ. ശർക്കര ഞാൻ 2ഉം 3ഉം അടകൾ വെച്ചാണ് ഞാൻ ഈ സ്റ്റീമറിൽ ചെയ്യുന്നത്. ഇതൊരു 10-15 മിനിറ്റോളം ഈ സ്റ്റീമറിൽ ഞാൻ വെക്കുന്നുണ്ട്. ഒരു 6-7 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തേ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളെ, ഒരു രക്ഷയില്ല. ആദ്യത്തെ ട്രിപ്പ് വെന്ത് എടുത്ത് ഞാൻ കാസറോളിൽ വെച്ചേക്കുക. രണ്ടാമത്തേതും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്.